അല്ല, പി വി അൻവർ ഇതിനകം തന്നെ UDF-ന് ഞങ്ങൾ നേരത്തെ വെൽഫെയർ പാർട്ടിയുമായി പറഞ്ഞല്ലോ, അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു തോന്നുന്നു, പി വി അൻവർ UDF-ന് പിന്തുണ, ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ വോട്ടുകൾ സ്വീകരിക്കും, ആര് വോട്ട് തന്നാലും വേണ്ട എന്ന് പറയില്ല. അല്ല, അൻവറിന് മുന്നണിയിലെടുക്കുന്ന കാര്യം യഥാസമയം പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കൾ തീരുമാനിക്കും. ആ തീരുമാനം എന്തായാലും അത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും മുന്നണിയിലെ കക്ഷികളും അത് സ്വീകരിക്കും. അത് എടുക്കണമെന്നാണെങ്കിൽ അത് സ്വീകരിക്കും, എടുക്കണ്ട എന്നാണെങ്കിൽ അത് സ്വീകരിക്കും. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത്തരം സംഘടനാപരമായ കാര്യങ്ങളിൽ അത് പാർട്ടി നേതൃത്വത്തോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ഉൾപ്പെടെയുള്ള നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല, ഇത് കൂട്ടായിരുന്ന് ആലോചിക്കുന്ന തീരുമാനമാണ് ഏത് കാര്യത്തിൽ, ഞങ്ങളെല്ലാ കാര്യങ്ങളുമാണ്. അപ്പൊ അത്തരം തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അത് ഏതായാലും, അത് നോ ആണെങ്കിൽ എസ് ആണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തന ഉത്തരവാദിത്വം. അത് ഞാൻ ആ രീതിയിൽ നിർവഹിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എതിർപ്പിന്റെയും വിയോജിപ്പിന്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, യോജിപ്പിന്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ പാർട്ടി മുന്നണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. അവിടെ എതിർപ്പില്ല. അത് ആ തീരുമാനം എടുക്കുന്നവരെ നമ്മൾ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ മുന്നണിയിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്നതിന് എന്തെങ്കിലും സൗമ്യമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്, മറ്റ് ഘടകകക്ഷികൾ പലരും എടുക്കണമെന്നത് ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് മാത്രമാണ് ഇതുവരെയും ഇതിലേക്ക് ഒരു തീരുമാനമെടുക്കാണ്ട് ഇരിക്കുന്നത്. അതിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് തീരുമാനം ഉണ്ടാവുമെന്ന് കരുതി അൻവർ പ്രതീക്ഷിച്ചിരുന്നു. അൻവറിന് അവസാനം മത്സരിക്കേണ്ടി വന്നു. അപ്പോഴും വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അൻവർ പിന്നെ വന്നു. തുടർന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും സമയമായിട്ട് പോലും UDF കൂടി ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് അൻവർ വേണ്ട എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞു. അതിനൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യം. അന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ ഇനിയുള്ള സാഹചര്യം അത് പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയം ഒരു പ്രധാനം തന്നെയാണ്. പക്ഷെ ജില്ലയുടെ രാഷ്ട്രീയം മാത്രമായിരിക്കില്ല ഇതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് നേതൃത്വം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. നേരത്തെ എതിർത്തുകൊണ്ടിരുന്നെങ്കിൽ എങ്ങനെ നേരത്തെ VD സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു, വേണ്ടായോ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ AK അനിൽകുമാറും ആരുടെ ശബ്ദത്വമാണ് അത്തരത്തിലൊരു നിലപാടിലെത്തുന്നത് അവരുടെ ക്യാമ്പുകൾ തന്നെ. അവരുടെ ക്യാമ്പല്ലാതെ ഞങ്ങളുടെ ക്യാമ്പെന്ന് ആരെങ്കിലും പറഞ്ഞു? KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ? അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞങ്ങൾ ലീഡർഷിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, തീരുമാനം ലീഡർഷിപ്പ് എടുക്കും. അത് യഥാസമയം എടുക്കും. ചിലപ്പോൾ നാളെ ആവാം, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ടാവാം. പ്രതിസന്ധി അൻവറിനെ എടുക്കാന്നുള്ളതാണോ, തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഭാഗമാക്കുക എന്നുള്ളതാണോ കോൺഗ്രസിനുള്ള പ്രതിസന്ധി? അല്ല, അത് പല ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോന്നായിട്ട് അത്രമാത്രം അത് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള കാര്യമായിട്ട് അത് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ. പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിച്ചു പോകും. അതുകൊണ്ട് ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടുക്കണോ എടുക്കേണ്ട നമുക്ക് തീരുമാനിക്കുന്നത് പാർട്ടി ലീഡർഷിപ്പാണ്. അധികം വൈകാതെ തീരുമാനം വരും. ആ തീരുമാനം എന്തായാലും മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ മാത്രം ആ തീരുമാനം വിട്ടിട്ടില്ല. അത് എടുക്കണമെന്നാണ് ഞങ്ങൾ അംഗീകരിക്കും. എടുക്കേണ്ട എന്നാണെങ്കിൽ അത് അംഗീകരിക്കും. അത്രേ ഉള്ളൂ.